എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അൺബോക്സിങ് വീഡിയോ ആണ്. പിന്നെ ഇത് മൊത്തത്തിലൊന്നും ഇന്ന് വാങ്ങിയതൊന്നല്ല, പലപ്പോഴും വാങ്ങിയതാണ്. ചിലതൊക്കെ പൊട്ടിച്ച സംഭവങ്ങളൊക്കെയാണ്. പൊട്ടിച്ചതും ഇതും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും ഇത്ര സംഭവങ്ങളുള്ളത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എനിക്ക് വളരെ കുറഞ്ഞ ഒരു റേറ്റിൽ കിട്ടിയ ഓഫർ ടൈമിൽ ഇത് 250 അത്ര സംതിങ് അത്രേ ഉള്ളൂ. 300 രൂപ അല്ല, ഡെലിവറി ഫ്രീ ആയിട്ട് സമയത്ത് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ ഞാൻ പറയണത് ഇതിൽ മൊത്തം പാത്രങ്ങളില്ല. കാരണം ഇത് ഞാൻ എൻ്റെ താത്തയും കൂടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് പാത്രങ്ങൾ അധികം കണ്ടപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കുമ്പോഴേ വാങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പാത്രങ്ങൾ ഓള് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഇതുപോലൊരു പാത്രമാണുള്ളത്. ഇതിനകത്ത് നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും എത്ര ഉണ്ടെന്നും ഏതാണ് ഇതിൻ്റെ വലിപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ താഴെ ഒന്നുണ്ട്, ഇനി അത് ഇതിലില്ല. അത് താത്ത കൊണ്ടുപോയ കൂട്ടത്തിൽ പെട്ടതാട്ടോ. പിന്നെതാ ഇത് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഈ പാത്രങ്ങൾ എത്ര കണ്ടാലും നമുക്ക് തികയില്ലല്ലേ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ടേക്കാനോ. ഇത് കണ്ടോ കുഞ്ഞി പാത്രം, വളരെ ഇഷ്ടമായ പാത്രത്തത്. ഇതൊക്കെ നല്ല അടപ്പില്ല, നല്ല സൂപ്പറായില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. കളറൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുന്നു. ഒരു പിങ്ക് കളർ, ഈ ഒരു പച്ച കളർ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ കളറിലാണ് എനിക്ക് ഇഷ്ടമായത്. അടുത്തത് ഇതിൻ്റെ വലിയ പാത്രം വാർത്ത കൊണ്ടുപോയി പെട്ടതാണ്. ഇവിടെ ഒരു 5 6 ഓട് കൊണ്ടുപോയി മൊത്തം 17 പാത്രങ്ങളാണ് ഇത് ഉണ്ടായിരുന്നത് കേട്ടോ. ചെറുത്ത പാത്രത്തിൽ എല്ലാ സൈസും. ഇതിന്റെ ചെറിയൊരു പാത്രം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ. നമ്മളെ പെണ്ണുങ്ങളെ മനസ്സ് കവരണ ഓരോ രംഗങ്ങളാണ്. ഇതിൽ പിന്നെ മൂന്നെണ്ണം ഉള്ളൂ. ഇന്ന് 1 2 ഒരു കൊട്ടയിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അടപ്പ് പോയിട്ടുണ്ട് കേട്ടോ. അത് അടപ്പ് എങ്ങനെ പോയെന്ന് വെച്ചാൽ നമ്മള് മറ്റേ മലപ്പുറം കോട്ടക്കുന്നുമ്മക്ക് ഒരു മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ മീറ്റപ്പിന് പോയ അന്ന് നമ്മളെല്ലാവരും ഓരോ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടേനല്ലോ. ഞാൻ കൊണ്ടുപോയത് മാങ്ങ, ഉപ്പ്, തിരുമ്പാല, മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് മാങ്ങയൊക്കെ ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷെ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് എല്ലാം തിന്നുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ അടപ്പ് എവിടെയോ പോയി. അടപ്പ് പിന്നെ കിട്ടിയിട്ടില്ല. എന്നാലും പാത്രം കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധനങ്ങൾ ഇട്ടേക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിലെ സാധനങ്ങൾ. ഇതൊന്ന് മാറ്റിയേക്കട്ടെ കേട്ടോ. പിന്നെ അടുത്തത് ഇതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നമ്മൾ അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കുറച്ച് പാത്രങ്ങളാണ്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതും വളരെ കുറഞ്ഞ വിലയിൽ കിട്ടിയതാണ് കേട്ടോ. ഓഫർ പ്രൈസിൽ നമുക്ക് ഡെലിവറി ഒക്കെ ഫ്രീ ആയ ടൈമിൽ കിട്ടിയതാണ്. ഇത് നമ്മളെ പാത്രങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പരിക്ക് നമ്മൾ താമസം മാറിയിട്ട് 5 വർഷത്തോളമായി. അപ്പോൾ അന്നത്തെ കുപ്പികളും പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹം ഉണ്ടാവില്ലേ. ഇങ്ങനെ കണ്ടപ്പോൾ വലിയ വിലയൊന്നുമില്ല, കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പറഞ്ഞോളൂ. മറിച്ചല്ലേ ഒന്ന് തുറന്ന് വലിയ ആക്കി വെക്കട്ടോ. പക്ഷെ എനിക്ക് പുള്ളിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളി കളയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആ പുള്ളി കളഞ്ഞിട്ട് വെക്കും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ.
വാങ്ങിയതാണുള്ളത്. ഇതിന് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പേപ്പർ ഇല്ലല്ലോ, 278 റുപ്യക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കിട്ടലാണ് കേട്ടോ. കാരണം ഞാൻ അതിന് മുന്നേ ഇതുപോലത്തെ 3 പാത്രങ്ങൾ ഈ ഒരു 3 സൈസിലുള്ള പാത്രങ്ങൾ ഞാൻ വാങ്ങിയത് 140 രൂപക്കാണ്. പക്ഷെ ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു കിട്ടലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റിയേക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത അൺബോക്സിങ് സ്പെഷ്യൽ അൺബോക്സിംഗ് ആണ്. ഇത് നമ്മൾ കുപ്പിയൊന്നും അല്ല കേട്ടോ, നമുക്ക് നല്ല സാധനമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അടുത്ത അൺബോക്സിങ്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ പലവട്ടം പറഞ്ഞത് റംലത്താന്ന് പറഞ്ഞതിന്റെ എന്താ പറയാ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഉമ്മയെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്, സി ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ. അതിൽ ഞങ്ങളൊരു ഏറ്റവും പ്രായം കൂടിയ ഒരു മെമ്പറാണ് റംലത്ത. കണ്ണൂരാണ് അവര് സ്വദേശം. അപ്പോൾ ഷാക്ക് ഇപ്പോൾ പുതിയൊരു അച്ചാറിന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അച്ചാർ അയച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ലിങ്കും ഇതിന്റെ റംലത്താന്റെ ചാനലിന്റെ ലിങ്കും അതുപോലെ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സ്ക്രീനിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നമ്മൾക്ക് വീട്ടിലെത്തും. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് നോക്കട്ടെ കേട്ടോ. ഇത് വന്നത് മാങ്ങാച്ചാറാണ്. റംലാസ് കണ്ണൂർ താത്താസ് ഇതാണ് അവരുടെ ലാബില്. ഇതിന് നമ്പറും ഒക്കെ അതുമ്പോൾ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കട്ടോ. പിന്നെ ചെറിയൊരു ബോട്ടിൽ നാരങ്ങ, ഉപ്പിലിട്ട നാരങ്ങ ഉണ്ടത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. സ്പൂണൊക്കെ ഞാൻ കൊണ്ടുവന്നു വെച്ചിരുന്നു. വന്ന് നമുക്ക് കോഴിക്കോട് ട്രേഡേഴ്സ് പോലെ മീറ്റപ്പിന് വന്ന സമയത്ത് അച്ചാറും അതുപോലെ കല്ലുമ്മക്കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല കൈപ്പുണ്യല്ല ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി പറഞ്ഞത് ഒരു ബിസിനസ് ആക്കി ചെറിയൊരു സംരംഭമാക്കി കൊണ്ട് നടന്നത് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. ഫോണ് നമുക്ക് ചെറിയൊരു പണി തന്നിട്ടോ. അപ്പോൾ നമുക്ക് ഈ അച്ചാറിന് പൊട്ടിച്ച് വെക്കാം. ഇതാണ് നമ്മുടെ കണ്ണെത്താത്താൻ്റെ മാങ്ങാച്ചാറ്. കണ്ടേ തുറക്കല്ലേ കണ്ടോ? എന്താ രസല്ലേ കണ്ടിട്ട് തന്നെ. ഞാൻ കുറച്ച് കഴിച്ചാൽ കണ്ടോ. ഞാൻ കുട്ടിക്കൊക്കെ നാവിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ. നീപ്പം കഴിച്ച പോലെ കേട്ടോ. കണ്ടോ? ഇതാണ് നമ്മുടെ മാങ്ങാച്ചാർ കേട്ടോ. അടിപൊളി. ഞാൻ ഇതിന് അച്ചാറിൻ്റെ ആളാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തുറക്കാം. പിന്നെ ഇത് നാരങ്ങ ഉപ്പിലിട്ടതാട്ടോ. അപ്പൊ ഇതൊന്ന് തുറന്നു നോക്കാം. ഇതായിട്ടില്ലാന്ന് പറഞ്ഞു. ഒരു 2 ആഴ്ചയോളം ആകണത് സെറ്റ് ആവണമെങ്കിൽ. ഇത്
2 ആഴ്ച നല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്കിത് എടുത്ത് നോക്കണം. ഇതെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയും പിന്നെ കാന്താരി മുളകും പിന്നെ അതിക്ക് വറ്റൽമുളക് പൊടിച്ചിട്ടതാണ്. അതാണ് സംഭവം. ഉപ്പും 2-3 ദിവസം വെറും ഉപ്പിൽ മാത്രം ഇട്ട് വെക്കും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാണ് കേട്ടോ. റംലത്താൻ്റെ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ള അൺബോക്സ് ചെയ്ത് ഈ കുപ്പികളും സാധനങ്ങളൊക്കെ ഞാൻ നടത്തുന്ന ചെറിയ ചെറിയ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറൊരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളിയും മറക്കണ്ട. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.